അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു അവയർനെസ് പോസ്റ്ററാണ്. അവയർനെസ്സിന് ഞാൻ ഇവിടെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പോസ്റ്ററിൽ എന്തൊക്കെയുണ്ട്? ഈ പോസ്റ്ററിൽ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഒരു ഇമേജാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഒരു ഇമേജാണ്. കൈ മാത്രമല്ല അവിടെ ഉള്ളത്, അതൊരു ഇമേജാണ്, ടോട്ടൽ ഇമേജാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ഉള്ള ഒരു കൈയിൻ്റെ ഇമേജ് വേണം. ഓക്കെ, പിന്നെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. ശരിക്കും ഇവിടെ ഉള്ളത് ഒരു ഇമേജാണ്, എന്നിട്ട് അതിൻ്റെ പുറത്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജ് തപ്പി നോക്കാം. എയ്ഡ്സിൻ്റെ പോസ്റ്ററാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എയ്ഡ്സ് ഹാൻഡിന് സെർച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് സാധനം, കണ്ട. പക്ഷെ ഇതിൽ എന്തില്ല, ഇതുപോലത്തെയാണ് അതിലുള്ളത്, പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഡിനും. എന്ത് റെഡ് ആ സാധനം, അതുപോലത്തെ എക്സാക്ട് സാധനം നമുക്കിവിടെ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. നമുക്കിനി താഴേക്ക് പോയാൽ ചിലപ്പോൾ കിട്ടും. ഓക്കെ, ഞാൻ സെർച്ച് ലൈക്ക് മോർ ദിസ് കൊടുത്താക്കാം. റെഡിൽ അതില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇപ്പം നമുക്കൊരു സാധനം കിട്ടിയല്ലോ, ഇതിനെ നമുക്ക് റെഡാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ ഇതല്ലായിരുന്നത്, ഇതിനെ നമുക്ക് റെഡാക്കാൻ പറ്റുമോ നോക്കാം. പക്ഷെ വേറെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിൻ്റെ ലെങ്ത്ത് കുറവാണ്. നമ്മളിവിടെ ഉള്ള ഇമേജിൽ കണ്ട ഇത്ര ലെങ്ത്ത് ഉണ്ട്, പക്ഷെ അവിടെ ലെങ്ത്ത് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇതേ സാധനം. നമ്മളിപ്പോൾ സെർച്ച് ചെയ്തത് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കോപ്പി, നമ്മുടെ ബ്രൗസർ ഓൺ ആക്കുക, എന്നിട്ട് അവിടെ ഇമേജ് എയ്ഡ്സ് ആൻഡ് നമുക്ക് ഒരു ഇമേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് പറഞ്ഞ പോലെ എന്താണ്, റെഡ് അല്ല, വൈറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനെ റെഡിലേക്ക് മാറ്റേണ്ടി വരും. പറ്റുമോ നോക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ഇതിനവിടെ ഇവിടെ ഒന്നുമില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ഇമേജ് കൊടുക്കുക, ഓപ്പൺ ചെയ്യുക, കൺട്രോൾ വി അടിച്ചാൽ എന്താ സംഭവിക്കും? അത് പേസ്റ്റ് ആവും. അതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഓക്കെ, അതിനെന്തില്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇനി നമുക്ക് എന്ത് വേണം? ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റെഡ് ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്യാം. റെഡ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അതിലുള്ള പോലത്തെ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയാൽ ഒന്നുകൂടെ ബെറ്റർ ഓപ്ഷനായി. പിന്നെ നമുക്കിതിന് ഷാഡോയും കൊടുക്കേണ്ടി വരും. ഷാഡോ കൊടുക്കുമ്പോൾ നമുക്ക് ഷാഡോ കൊടുത്തതാണ് എന്ന് ആർട്ടിഫിഷ്യൽ ഫീൽ ചെയ്യരുത്. അങ്ങനെ വേണം ഷാഡോ കൊടുക്കാൻ. കണ്ടോ? അപ്പോൾ ഈ കളറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ആദ്യം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം ഈ കളറിൽ. ഇത് ഗ്രേഡിയൻ്റ് ഒന്നുമല്ല, ആ കളറിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ കളർ നമുക്ക് എന്ത് വേണം, ഇവിടെ വേണം. അപ്പോൾ ആ കളർ നമ്മൾ എന്ത് ചെയ്യണം, കളർ പിക്കർ യൂസ് ചെയ്തിട്ട് ആ കളർ എന്ത് ചെയ്യണം, നമ്മൾ പിക്ക് ചെയ്തെടുക്കണം.
ആ കളർ നമ്മൾ കളർ പിക്ക് യൂസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ പോവുക, കളറിൽ പോവുക, ആഡ് കളർ കൊടുക്കുക. പക്ഷെ എന്തില്ല, ഇവിടെ ആ ഒരു ഫീൽ ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിന് നല്ല കളർ കൊടുക്കണ്ട്. ബാക്ക്ഗ്രൗണ്ട് അവിടെ വൈറ്റ് തന്നെ കളറാട്ടെ. നമുക്കൊരു ബോക്സിന് കളർ കൊടുത്ത് ബോക്സിലിടാം. കാരണം എന്താ വെച്ചാൽ അവിടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ അല്ലല്ലോ വരുന്നത്. ബോക്സിന് കളർ ഇട്ടാലാണ് അത് ഒന്നും കൂടെ സിങ്ക് ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇതിന് ഷാഡോ വേണം. ഷാഡോക്ക് നമുക്ക് എഡിറ്റ് ഇമേജിൽ പോയിട്ട് ഷാഡോ ആഡ് ചെയ്ത് നോക്കാം. അവിടുത്തെ ഷാഡോ എങ്ങനെ ഉണ്ട് നോക്കാം. ഈ ഷാഡോ ഒന്നും, ഈ ഷാഡോ ഡ്രോപ്പിൽ പോയിട്ട് നമുക്ക് ഇവിടെ ആംഗിൾ ഒന്ന് മാറ്റിയാൽ എങ്ങനെയുണ്ട്, ഒരു ഡിസ്റ്റൻസ് കുറച്ച് കൂട്ടിയിട്ട് ബ്ലർ എമൗണ്ട് അവിടെ കൂട്ടിയാൽ നമുക്കൊരു ഷാഡോ അവിടെ ക്രിയേറ്റ് ചെയ്തില്ലേ. ഓക്കെ, നമുക്ക് എന്നിട്ടുണ്ട് ഒരു ഷാഡോ കിട്ടിയിട്ടുണ്ട് അവിടെ. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ഷാഡോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കൈയായി, കയ്യിന് ഷാഡോ ആയി. കറക്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കളറ്, നമ്മൾ എടുത്ത കളറും ഇത് രണ്ടും തമ്മിൽ നല്ല മാറ്റം ഉണ്ട് അല്ലേ. ഇതൊരു റെഡിൽ ടച്ച് വരുന്നതാണ്. ഓക്കെ, അപ്പം ശരി. ആ നേരത്തെ നമ്മൾ എടുത്ത ഇതാണ്, അതല്ല കളർ, ഇവിടെ വേറെയാണ് കളർ, നമ്മൾ കോപ്പി ചെയ്ത വേറെയാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, കൈ കിട്ടി. കൈ ആയിരുന്നു നമുക്ക് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് കിട്ടാൻ. കാരണം ഈ സാധനം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അവനെ നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഈ സാധനം നമുക്ക് ആവശ്യമുണ്ട്, ഈ ബോക്സിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല ഇനി. അത് നമ്മൾ ചെയ്യാൻ വേണ്ടി എടുത്താൽ, കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് തന്നെ ആയിരിക്കും കളർ മാറ്റുക. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഇവിടെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഈ വേവ് കണ്ട, ഇവിടെ ഒരു ഓളം കണ്ടോ, ഒരു ഓളം. ഇതിന് ഓളം തന്നെയല്ല പറയാം, ഇതിന് ഇംഗ്ലീഷിൽ വേവ് എന്നാണ് പറയണ്ട. ഈ ഒരു വേവ് നമുക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് വൈറ്റ് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഷാഡോ ഉണ്ട് വൈറ്റിന്. അത് കഴിഞ്ഞിട്ടൊരു റെഡ് കളർ. ഈ റെഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് പക്ക റെഡ് അല്ല, ഇത് ഗ്രേഡിയന്റ് റെഡ് ആണ്. ഈ ഗ്രേഡിയന്റ് റെഡ് കൊടുക്കണം. ഗ്രേഡിയന്റ് റെഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു വൈറ്റും പിന്നെ റെഡും വരുന്ന ഗ്രേഡിയന്റ് റെഡ് ആണ്. എന്നിട്ട് അതിന് താഴെ എന്തുണ്ട്, ഷാഡോ ഉണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് താഴേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേവ് ആഡ് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യാം, വേവ് സെർച്ച് ചെയ്യുക, ഇവിടെ വരിക, നമുക്ക് ഏറ്റവും അനുയോജ്യമായത് ഒന്നെടുക്കാം, ഇപ്പം എടുക്കാം. അതിന് വൈറ്റ് കളർ കൊടുക്കുക. അതിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, താൽക്കാലികമായിട്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒരു യെല്ലോ കളർ കൊടുക്കുക. എന്നാലും നമുക്ക്, ഇല്ലെങ്കിൽ ഇവിടെ വൈറ്റ് കളർ കൊടുത്താൽ നമുക്കത് മനസ്സിലാവില്ല. അതിന് ഷാഡോ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവില്ല. എന്നിട്ട് എഡിറ്റിൽ പോവുക. അപ്പോൾ ഇവിടെ എനിക്കുണ്ട് എന്തുണ്ട്, എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റിൽ പോകാൻ പറ്റും. ചിലതിന് എന്തുണ്ടാവില്ല, എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ എഡിറ്റ് ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, പിന്നെ അവിടെ ഷാഡോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഷാഡോ നമുക്ക് എന്ത് ചെയ്യണം, അതിലുള്ള പോലെ മാറ്റണം. നമുക്ക് ഇതിലെങ്ങനെയാണ് ഷാഡോ, ഇതിൽ 3D ഡെപ്ത് ഉണ്ട് ആ ഷാഡോക്ക്. ആ ഡെപ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഷാഡോ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിസ്റ്റൻസിൽ പോയിട്ട്, ഡിസ്റ്റൻസ് അല്ല സൈസിൽ പോയിട്ട് ഷാഡോൻ്റെ സൈസ് കുറച്ച് കൂട്ടുക. എന്നിട്ട് ബ്ലർ എമൗണ്ട് കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, കുറക്കുക. എന്നിട്ട് ഈ ബ്ലാക്കിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രാൻസ്പെറൻസി അങ്ങനെയും പറയാം, അതൊന്ന് എന്ത് ചെയ്യുക, കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ തന്നെ ഒരു റെഡ് വേണം. റെഡ് അല്ല ഗ്രേഡിയൻ്റ്. അപ്പോൾ Ctrl+C Ctrl+V അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവൻ്റെ താഴേക്ക് ഇടുക. എന്നിട്ട് ഇവനെ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, കളർ മാറ്റണം. ഓക്കെ, പക്ഷെ ആക്ച്വലി
ഇവിടെ കളറിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ ഒരു കളറിൻ്റെ ഓപ്ഷൻ വന്നിരുന്നു. ഇപ്പം നമുക്ക് എന്തില്ല, ഇവിടെ കളറിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ എവിടെയാണ് അതിൻ്റെ കളറിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. ആക്ച്വലി നമ്മൾ ഷാഡോ കൊടുത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഷാഡോ റിമൂവ് ചെയ്തിട്ട്, അല്ല ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാതെ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് അയച്ചെങ്ങനെ എന്ത് ചെയ്യുക, ഒരു പുതിയത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ഗ്രേഡിയൻ്റ് ഏതിന് കൊടുക്കാൻ പറ്റൂല, നമ്മുടെ ഇതിന്, അതായത് ഷെയ്പ്പിന് നമുക്ക് ഗ്രേഡിയൻ്റ് കൊടുക്കാൻ പറ്റൂല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേവ് ഫ്രെയിമിൽ പോയേക്കാം. വേവ് ഫ്രെയിമിൽ നല്ലൊരു വേവ് ഫ്രെയിം ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയുള്ള വേവിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയ്പ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രേഡിയൻ്റ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് വേണ്ട, ഗ്രേഡിയൻ്റ് വേണ്ട, നമുക്ക് നോർമൽ തന്നെ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഇതിൻ്റെ കളറ് നമുക്ക് ഇതിൻ്റെ ആക്ച്വലി ഇതെന്താ, ഇത് ചെറിയൊരു ഗ്രേഡിയൻ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് ആ ഗ്രേഡിയൻ്റ് എന്ത് ചെയ്യാൻ പറ്റൂല, ഷെയ്പ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രേഡിയൻ്റ് കൊടുക്കാൻ പറ്റൂല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, കളർ കോപ്പി ചെയ്തിട്ട് റെഡിൽ തന്നെ ചെയ്യാം. അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതിന് ഒരു ചെറിയ വൈറ്റിഷ് ടച്ച് ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ. നമുക്ക് ഇത് ഇവിടെ എത്തുമ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഏതാണ് ഭംഗി നോക്കിയത് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. കളറിൽ പോവാം, ആഡ്, ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടി, ആ കളർ കിട്ടി. അത് ഗ്രേഡിയൻ്റ് ആണ് കിട്ടിയത്. നമുക്ക് ഏതെങ്കിലും തലക്കത്തെ സെലക്ട് ചെയ്താൽ ഓക്കെ, കോപ്പി ചെയ്യാം. ആ കോഡ് കോപ്പി ചെയ്തു, ആഡ് കൊടുക്കുക, കോഡ് ഇവിടെ എന്ത് ചെയ്യാം, ഇനി എന്ത് ചെയ്യാം, ഒന്ന് വലുതാക്കിയിട്ട് Alt 1 അടിച്ചിട്ട് ഇതിൻ്റെ താഴേക്ക് ഇടാം. എന്നിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്റ്റൈല് കോപ്പി ചെയ്തിട്ട് ഇതിന് കൊണ്ടുവന്നിടാം. കണ്ട, ഇപ്പം എന്ത് വന്നു, ഇതിലുള്ള ഷാഡോ എന്ന് പറഞ്ഞ സ്റ്റൈല് എന്ത് വന്നു, ഇതിലേക്ക് വന്നു. ഞാൻ എന്ത് ചെയ്യാം, അതൊന്ന് വലുതാക്കി വെച്ചാൽ മതി. ഓക്കെ, വന്നില്ലേ, ആ ഒരു ഇത് നമുക്ക് അവിടെ കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടേ, കൈ ഇവിടെ വേണം, കൈ കുറച്ച് ചെറുതാക്കിയിട്ട് അങ്ങനെ കൊടുക്കാം. ഇനി താഴെ നമുക്ക് എന്ത് വേണം, ഇവിടെ ഇമേജ് താഴെ നമുക്കൊരു വേവ് വേണം. 2 വേവാണുള്ളത്. ഇവിടെ ഷാഡോയൊന്നുമില്ല, പക്ഷെ ഇവിടെ ഒരു വേവ് എന്താണ്, ട്രാൻസ്പെറൻ്റ് ആണ്, മറ്റേ വേവ് വൈറ്റും ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 2 വേവ് എടുത്ത് നോക്കാം. ഈ വേവ് എടുത്ത് നോക്കാം. ഈ വേവ് ആണോ, അല്ലെങ്കിൽ ഇതിലേറെ ഒന്നും കൂടെ ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്, ഇത് കൊടുക്കാം. ഇതിന് ട്രാൻസ്പെറൻറ്റ് കളറാണ്. ഏതിലാണ് ട്രാൻസ്പെറൻറ്റ്, നമ്മൾ എടുത്ത ഈ കളർ ഉണ്ടല്ലോ, ഇതല്ല, ഇതിൻ്റെ കളറ്, ആ കളറിലാണ് ട്രാൻസ്പെറൻറ്റ് ഉള്ളത്. ഇപ്പോൾ പിക്ക് കൊടുക്കുക, അതുപോയി പിക്ക് ചെയ്യുക. എന്നിട്ട് ട്രാൻസ്പെറൻസി എന്ത് ചെയ്യുക, ഒരു 20 ഇട്ടോക്കാം. നമുക്ക് 20 അല്ലെങ്കിൽ 50 ഇട്ടോക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇത് Ctrl+C Ctrl+V അടിക്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് കളർ മാറ്റിയിട്ട് വൈറ്റ് ആക്കുക, ട്രാൻസ്പെറൻറ്റ് കൂട്ടി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ. ഇനി ഇവിടെ ഈ ബാക്കിയുള്ള സ്ഥലം ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോക്സ് വെച്ച് അത് വലുതാക്കിയാൽ ചിലപ്പോൾ സൈസ് മാറും. വേണ്ട, ഇതും തമ്മിലുള്ള സൈസ് മാറിയതുണ്ട്, അപ്പോൾ മാറും. അപ്പം മാറാൻ പാടില്ലല്ലോ, അത് അവിടെ തന്നെ കിടക്കണമല്ലോ. അങ്ങനെ തന്നെയല്ലേ കിടക്കണേ, സൈസ് മാറിക്കണം ഇവിടെ. വേണ്ട, കറക്റ്റ് ആ സൈസ് കറക്റ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്. ഇവിടത്തെ വേവ് വേറെ, നമ്മൾ എടുത്ത വേവ് വേറെ, അതിനനുസരിച്ച് വേവ് ഇവിടെ ഉണ്ടാവും വേണമെങ്കിൽ. ഓക്കെ, ഈ വേവ് അത് മാച്ച് ഉണ്ടോ, പ്രോബ്ലം അല്ല, കൊടുക്കണമെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് അതൊന്ന് ഇട്ട് നോക്കാം. എന്നിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് അടിക്കാം. ചിരിച്ചിട്ട് അതൊരു ഭംഗിയില്ല, നമ്മൾ നേരത്തെ ചെയ്താൽ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇത് വലുതാക്കിയാൽ ആ സൈസ് പോകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോക്സ് ഇടുക. ബോക്സ് ഇട്ടിട്ട് ആ ബോക്സ് എന്ത് ചെയ്യുക, വൈറ്റ് ആക്കുക.
ഓക്കെ, അപ്പോൾ കറക്റ്റായി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇവിടത്തെ ഇത് മാറ്റണം, ബാക്ക്ഗ്രൗണ്ടത്തെ കളർ മാറ്റണം. ബാക്ക്ഗ്രൗണ്ടത്തെ കളർ ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കാം നമുക്ക്. അതിന് ആദ്യം ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടുന്ന് പിക്ക് ചെയ്തെടുക്കണം. അപ്പം എന്ത് ചെയ്യണം, കളർ പിക്കറിൽ പോവുക, പിക്ക് കളർ കൊടുക്കുക, സെലക്ട് ചെയ്യുക, ഇവിടെ ഈ കോഡ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിൽ പോവുക, ഗ്രേഡിയൻറ്റിൽ പോവുക, ഒരു കളറ് ഇതാക്കുക, മറ്റേ കളർ എന്താക്കുക, ഒരു വൈറ്റ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ചെറിയ അതൊരു ഭംഗിയില്ല, നമുക്ക് കളറിൽ തന്നെ കൊടുക്കാം. കളറിൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ആ ഇതൊരു ഭംഗിയുണ്ട്, ഇത് കറക്റ്റായി. നമുക്ക് ഈ കളർ, ഇനി ഈ കളറ് കുറച്ചൊരു റെഡിഷ് ആക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. അതിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ട് ഈ കളർ മാറ്റിയിട്ട് ഒന്നും കൂടെ ഒന്ന് റെഡ് ആക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അതൊക്കെ. ഇനി ഇവിടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു സാധനം ഉണ്ട്, അത് നമുക്ക് കാണുന്നില്ല, അതിൻ്റെ ഗ്യാപ്പിൽ വെച്ചതുകൊണ്ട് അത് കാണുന്നില്ല. അതിന് കുറച്ച് റെഡ് കുറച്ച് കട്ടിയാക്കിയിട്ട് കൊടുത്താൽ മതി. വേണ്ട, റെഡ് കുറച്ച്, എന്നിട്ട് ട്രാൻസ്പെറൻസി കുറച്ചൊന്ന് കുറക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഈ കൈ കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, ഇനി കൈയിൻ്റെ കളർ കുറച്ചൊന്ന് കൂട്ടണം. അപ്പോൾ എഡിറ്റ് ഇമേജ് പോയി അഡ്ജസ്റ്റിൽ പോയിട്ട് ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ കൈയിൻ്റെ കളർ ഒന്ന് കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തു, റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു കുറവ് ഇവിടെ ഈ ഷേപ്പിന് നമുക്ക് ഗ്രേഡിയൻറ്റ് കിട്ടിയിട്ടില്ല, ആ ഒരു കുറവ് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ ഈ ഒരു റെഡ്, ഇത് ഒന്നും കൂടി ഡാർക്ക് റെഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ, നമുക്ക് ഒന്ന് ഡാർക്ക് ആക്കി വെക്കാം. ഈ ഒരു റെഡിലാണ് വരുന്നത്, അപ്പോൾ അതും ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഷേപ്പ് ഒക്കെ ഓൾറെഡി ഓക്കെ അല്ലേ. ടെക്സ്റ്റ് നമുക്ക് വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഉള്ളിൽ റെഡും വൈറ്റും വരുന്ന ഒരു ഗ്രേഡിയൻ്റ് ആണ്, അത് നമുക്ക് ആഡ് ചെയ്യാം, വേൾഡ് എയ്ഡ്സ് ഡേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് ആഡ് ചെയ്യാം. ഫോണ്ടിൽ പോവുക, ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ എനിക്ക് എന്താ വേണ്ട അറിയോ, ഈ എയ്ഡ്സ് എന്നുള്ളതിൻ്റെ കളർ മാത്രം ഒരു വേറെ കളറല്ലേ, ഏത് കളർ, ഈ കളറാണ് ഈ എയ്ഡ്സ് എന്നുള്ളതിൻ്റെ കളർ മാത്രം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ടെക്സ്റ്റുമേ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ മുഴുവൻ സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൗസുമേ ഇത് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് സൂക്ഷിച്ച് നോക്കിയാണ് ഉണ്ടാ, ഇവിടെ ഒരു ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഇവിടെ ഈ പോയിന്റർ വരും. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മൗസ് കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, അപ്പോൾ അത് മാത്രം സെലക്ട് ആവും. എന്നിട്ട് കളറിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കളർ അത് മാത്രം മാറ്റുക. അപ്പം എന്ത് ചെയ്തു, അതിൻ്റെ കളർ മാത്രം നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ കളർ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഓക്കെ,
നമുക്ക് ആ കളർ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ആഡ് കൊടുക്കുക, പിക്കർ എടുക്കുക, നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ കളർ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഇനി എന്താ വേണ്ടത്? ഇനി ഇവിടെ ബാർ വേണം. ഡിസംബർ. ഈ ബാറിന് നമുക്ക് ഏത് ഉപയോഗിക്കാം? എന്താ പറയുക, ബോക്സിൻ്റെ ഉള്ളിലത്തെ ടെക്സ്റ്റ് ഉപയോഗിക്കാം. കാരണം എന്താ, അവിടെ രണ്ടിടത്തും സ്പേസ് ഉണ്ട് ഇടാൻ. ഡിസംബർ 1. ഡിസംബർ 1. ഫോണ്ടിൽ പോയിട്ട് അതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റാം. നല്ലൊരു ഫോണ്ട് കൊടുത്താൽ. അതിലേതാ ഫോണ്ട്? അതിൽ നോർമൽ ഫോണ്ടാണ്. എന്ത് ചെയ്യാം നമുക്ക്? ഓക്കെ, എന്നിട്ട് അതിൻ്റെ സൈസ് കുറച്ച് കൂട്ടാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് റൗണ്ട് ചെയ്യണം. റൗണ്ടിൽ പോയിട്ട് റൗണ്ട് ചെയ്യാം. കഴിഞ്ഞോ? ഇല്ല, എന്തും കൂടെ ചെയ്യാണ്ട്. അതിന് നമുക്ക് ഈ ബോക്സിൻ്റെ കളർ എന്താ? ഗ്രേഡിയൻ്റ് ആണ്. ആഡ് കൊടുക്കുക, ഗ്രേഡിയൻറ്റിൽ പോവുക, ഇവിടെ ഇത് മാറ്റിയിട്ട് വൈറ്റ് ആക്കുക, ആഡ് കൊടുക്കുക, ഈ കളർ കോപ്പി ചെയ്യുക, ആഡ് കൊടുക്കുക, ആഡ് കൊടുക്കുക, ആഡ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അടിയിലുള്ളതൊക്കെ വൈറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ അതാക്കാം. നമുക്ക് എന്ത് കിട്ടും? ഗ്രേഡിയൻ്റ് ഇങ്ങനെ കിട്ടും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കുറക്കാൻ പറ്റില്ല. അതാണ് കുഴപ്പം. വേണ്ട, അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഗ്രേഡിയൻറ്റിൽ ചെറിയ മാറ്റം വരുത്താം. ഇവിടെ മാറ്റിയിട്ട് ഇതൊരു വൈറ്റ് ആക്കി വെക്കാം. എന്നിട്ട് ഇവിടെ കളർ ഏതാ? ബ്ലാക്കാ വൈറ്റാ? വൈറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വൈറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു റെഡ് ടച്ച് വരുന്ന രീതിക്കുള്ളത്. ഇനി നമുക്ക് ഏത് കളർ വേണം? ഈ കളർ വേണം. ഈ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കളർ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. അതായത് ഇത് മാറ്റിയിട്ട് ആ കളറാക്കണം. അപ്പം എന്തായി? ഏകദേശം നമുക്ക് എന്തായി? അവിടെ അതുപോലത്തെ കിട്ടി. അത് അവിടെ പ്യുവർ റെഡ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്യുവർ റെഡ് തന്നെ കൊടുക്കാം. കണ്ടോ? പ്യുവർ റെഡ് അല്ല അവിടെ. അവർ കൊടുത്ത കളർ തന്നെയാണ്. അവർ ഏതാണോ ഇതിന് കൊടുത്തിട്ടുള്ളത് ആ കളർ തന്നെയാണ് ഇവിടെയുള്ളത്. ഓക്കെ, അപ്പം എന്തായി? ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ താഴെയുള്ള ടെക്സ്റ്റാണ്. അതിൻ്റെ താഴെ ജോയിൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അത് നമുക്ക് വേണം. നമ്മൾ എന്ത് ചെയ്യാം? കോപ്പി ചെയ്യാം. എന്നിട്ട് ഇതിനെ മാറ്റിയിട്ട് കുറച്ച് വലുപ്പം കൂട്ടാം. ഇതൊരു സബ് ഹെഡിങ് ആണ്. നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്തുകൊണ്ടാണ് അവിടെ സബ് ഹെഡിങ്ങിൻ്റെ ഫോർമാറ്റിൽ വരാത്തത്. നമ്മൾ എന്ത് ചെയ്യുക? സബ് ഹെഡിങ് എല്ലാം നമുക്ക് വേണ്ട ഡിലീറ്റ് അടിക്കുക, ടെക്സ്റ്റിൽ പോവുക, സബ് ഹെഡിങ് എടുക്കുക, എന്നിട്ട് കൊടുക്കുക. അപ്പം എന്ത് കിട്ടി? സബ് ഹെഡിങ് കിട്ടി. ഇവനെന്താ? ഇവൻ ഹെഡിങ്ങും ആണ്. അപ്പം എന്ത് ചെയ്യുക? Ctrl+X അടിച്ച് അവൻ അവിടെ നിന്ന് കളയാം. എന്നിട്ട് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് Ctrl+V അടിക്കുക. അപ്പം എന്ത് ചെയ്തു? നല്ലോണം വലുതായി ഹെഡിങ്ങും സബ് ഹെഡിങ്ങിൻ്റെയും സൈസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അത്രയാണ്. നമുക്ക് നോർമൽ നമ്മൾ ചെയ്തു വെച്ചാൽ തന്നെ മതി. ഓക്കെ, കൺഫ്യൂഷൻ ആയോ? നമ്മൾ ചെയ്തു വെച്ചാൽ തന്നെ മതി. ഞാൻ ഈ സൈസ് മാറ്റിയിട്ട് ഹെഡിങ്ങിൻ്റെ ഡിഫോൾട്ട് സൈസ് കൊടുക്കാനാണ് നോക്കിയത്. പക്ഷെ അങ്ങനെ കൊടുത്താൽ സംഭവിക്കും, ഇപ്പം നല്ലോണം വലുതാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത്ര വലുതാവണ്ട, നമുക്ക് നോർമൽ സൈസ് മതി. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫോണ്ട് പോയിട്ട് നമ്മൾ
ഇത് കൊടുക്കുക, ഈ ഫോണ്ട് കൊടുക്കുക. ഇവനും തമ്മിൽ ചെറിയൊരു ഡിഫറൻസിന് മാറ്റമുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ഉള്ളത് ഒരു ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. അതായത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ബോഡി ടെക്സ്റ്റിൽ പോയിട്ട് ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ടെക്സ്റ്റിൻ്റെ സൈസ് നമ്മൾ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ടെക്സ്റ്റ് അവിടെ ആഡ് ചെയ്തു. ടെക്സ്റ്റ് അങ്ങനെ തന്നെ അല്ലേ കിടക്കുന്ന അവിടെ, അതേ സ്റ്റൈൽ തന്നെ അല്ലേ. അവിടെ 3 ലൈനുള്ളൂ ആ ടെക്സ്റ്റിന്, നമുക്കിവിടെ 4 ലൈൻ വന്നു. 4 ലൈൻ വരാൻ പാടില്ല. ഓക്കെ, ആ ടെക്സ്റ്റിന് അതിൻ്റെ പുറത്ത് പോയിട്ടുണ്ടോ? ആ, പുറത്ത് പോയിട്ടുണ്ട്. അതായത് ഈ ജോയിൻ എന്നുള്ളതിൻ്റെ പുറത്തേക്ക് ആ ടെക്സ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ എന്തില്ല, നമുക്ക് ആ പ്രോബ്ലം അല്ല. ഓക്കെ, നമ്മുടെ നമ്മളെ കൈ എടുത്തതിൻ്റെ ക്ലിയർ കുറച്ച് പോയിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നല്ല ക്ലിയറിൽ നോക്കി ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? നേരെ പോവുക, ഹെഡ് സാൻഡ് എന്നുള്ളത് ഇമേജിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാതെ ഇവിടെ വരിക. ഇവിടെ എന്തുണ്ടാവും, ഇവിടെ HD ഫോട്ടോ ഉണ്ടോ? HIV ഹാൻഡ് അല്ല, HD അല്ലല്ലോ അല്ലേ. ഇവിടെ HD ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ സൈറ്റിൻ്റെ ഉള്ളിലുണ്ടാവും. ഉണ്ടാ ഫ്രീ പിക്കിൽ സാധനം ഉണ്ടാവില്ല, HD ഫോട്ടോസ് ഇവിടെ നിന്ന് കിട്ടും. പക്ഷെ ഇവിടെ ഇതിൽ ഈ നക്ഷത്രമല്ല, ഈ കിരീടത്തിൻ്റെ ചിഹ്നമുള്ളതൊക്കെ എന്താ അറിയോ, അതൊക്കെ പ്രീമിയമാണ്, പൈസ കൊടുക്കണം. ഇതിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇതോടെ ക്ലിക്ക് ചെയ്താൽ വന്നിട്ടും നമുക്ക് പ്രീമിയം അല്ല, സോറി, നല്ല ക്ലിയറുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വേണ്ട, ഫ്രീ പിക്ക് എന്ന് പറഞ്ഞ സൈറ്റിലാണുള്ളത്. ഓക്കെ, അതുപോലെ നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ, നമുക്ക് ഇതുപോലെ സ്റ്റോക്ക് ഇമേജ്, നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ വേറെയും സൈറ്റ് ഉണ്ട്. പിക്സൽ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ക്യാൻവയിൽ ആയതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. ഓക്കെ, നമുക്ക് ഏതായാലും മറ്റേ കൈയൊന്ന് വെച്ചിട്ടൊന്ന് നോക്കാം. ഇത് കളഞ്ഞിട്ട് അത് രസമല്ല. പിന്നെന്താ വേണ്ടത്? പിന്നെ ഇവിടെ എയ്ഡ്സിൻ്റെ ഒരു ചിഹ്നം ഉണ്ട്, അവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഉണ്ട്, പേരുണ്ട്, പിന്നെ ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചിഹ്നം ഇവിടെ കൊണ്ടുവരാം. വേണ്ട, അതിലുള്ളത് കുറച്ച് ചേർന്നിട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനും അത് ചേർച്ച്. അവർക്ക് 3 ലൈനെയാണ് നമ്മൾ ആ ഇതിലുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് 3 ലൈനാക്കിയിട്ട് മാറ്റണം. ഓക്കെ, 3 ലൈനാക്കിയിട്ട് മാറ്റാം. ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് നമുക്ക് മാറ്റാം. ഫോണ്ട്, ഈ ഫോണ്ടൊക്കെ സെലക്ട് ചെയ്താൽ നമുക്കതിനെ പിന്നെ ഇവിടെ ഒന്നും കസ്റ്റം ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ടാണ്. നമുക്കത് വലുതാക്കാനും ചെറുതാക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ അവിടെ ഓലിട്ട ഫോണ്ടിന് ബോൾഡ് ഉണ്ടോ? ചെറിയൊരു ബോൾഡ് ഉള്ളൂ. ഓക്കെ, നമുക്ക് ഈ ബോൾഡ് ഉണ്ട് അവിടെ. ഇതിൻ്റെ കളറ് ബ്ലാക്ക് ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഇവരെ രണ്ടാളെയും പിടിച്ച് നമുക്കത് ഗ്രൂപ്പ് ചെയ്യാം. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെക്കാം. പിന്നെ ഇനി വരുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ അപ്ലോഡ്സിൽ പോയി കണ്ട് ഐക്കൺ സെർച്ച് ചെയ്താൽ നമ്മൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് നേരത്തെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു, അതുകൊണ്ടാണ് വന്നത്. ഇത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ഏത് വേണ്ട, യൂട്യൂബ് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കും ട്വിറ്ററും മാത്രമേ അതിലുള്ളൂ. ട്വിറ്റർ ഇപ്പോൾ X ആണ്, അതുകൊണ്ടാണ് X എന്ന് കാണിക്കുന്നത്. ഓക്കെ, യൂട്യൂബ് വേണമെങ്കിൽ യൂട്യൂബ് നമ്മൾ എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്ത് കളയുക. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, യൂട്യൂബ് ഞാൻ എന്ത് ചെയ്തത് ലാസ്റ്റ് കൊടുത്തത്. കാരണം ഒട്ടുമിക്ക അതിൽ യൂട്യൂബിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമും ട്വിറ്റർ ആയിരിക്കും എല്ലാത്തിലും വരിക. അതാണ് ഞാൻ അത് ലാസ്റ്റ് കൊടുത്ത് ഉണ്ടാക്കിയത്. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ പേര് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇതിലായിട്ട് കിടക്കുന്നത്. നമ്മുടെ
കളർ തീമിലാണ് കിടക്കുന്നത്. കൊടുക്കുക. കൊടുക്കുക. ഇതിന് കൊടുത്ത ഫോൺ സ്റ്റൈൽ തന്നെ കൊടുക്കുക. കോപ്പി കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഫോൺ സ്റ്റൈൽ തന്നെ ഇവിടെ കിട്ടും. ഇതിന്റെ കളർ ഇവിടുന്ന് മാറ്റണ്ടേ? കളർ ഏത് കളറാക്കണം? നമ്മൾ അവിടെ കൊടുത്ത കളറാക്കണം. കളറിൽ പോയിട്ട് ആ കളർ തന്നെയല്ലേ അവിടെ? ഇവിടെ വന്നാൽ ആ കളർ തന്നെ അല്ലേ? ഓക്കെ, ആ കളർ തന്നെ. ഇനി എന്ത് ചെയ്യുക? താഴത്തതും ആ കളറാ? അല്ല, താഴത്തെ ബ്ലാക്ക് ആണ്. ഇനി എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ രണ്ടും സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, എന്നിട്ട് ഹൈറ്റ് കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. ഇവിടെ ഒന്നും കൂടി ഉണ്ട് ഈ സൈഡിൽ എന്താ ഒരു ബോക്സ് ആണുള്ളത്. ഒരു ബോക്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ വരിക, എലമെന്റ്സ് പോവുക, ബോക്സ് എടുക്കുക, ആ ബോക്സിൽ എന്താ ടൈപ്പ് ചെയ്തിട്ടുള്ളത്? കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. കുറച്ച് കുറക്കുക, ബോക്സ് റൗണ്ട് ആക്കുക. ബോക്സ് ബ്ലാക്കിലാണ് വരുന്നത്, ബ്ലാക്ക് ആക്കുക. മുഴുവനായിട്ട് റൗണ്ട് ആക്കണ്ട, ചെറിയ രീതിക്കൊന്ന് റൗണ്ട് ആക്കിയാൽ മതി. അങ്ങനെയാണ് അവിടെ കിടക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുക? ബോക്സ് ഒന്ന് ചെറുതാക്കുക. ഓക്കെ, പക്ക പ്യുവർ ബ്ലാക്ക് ആക്കണ്ട, പ്യുവർ ബ്ലാക്ക് അല്ല അവിടെ. ഇവിടെ വന്നാൽ ഈ ബ്ലാക്ക് മതി. ഓക്കെ, ഇവരെല്ലാവരും ഒരേ സൈസിൽ ഫിറ്റ് ആക്കി വെക്കണം. ഓക്കെ, ഇപ്പം എന്തായി? എന്തായി? അത് കറക്റ്റായി. ഓക്കെ, അപ്പം ആ പരിപാടി അവിടെ കഴിഞ്ഞു. കണ്ടാ, ആ പരിപാടി എന്തായി? കഴിഞ്ഞു. നമുക്ക് ഇനി എന്തെങ്കിലും അതിലുണ്ടാവും? ഇനി അതിലൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കൈ ഒന്ന് മാറ്റി വെക്കാം. ആ കൈ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി വെക്കാം. നമുക്ക് HD കൈ എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ സൈറ്റ് ബ്രൗസർ കയറാം. എയ്ഡ്സ് ഹാൻഡ് ഇമേജ് എന്നാണ് ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഞാനിവിടെ എടുക്കുന്നത്, ഞാൻ ഈ ഫ്രീ പിക്ക് എന്നാണ് എടുക്കല് ഒട്ടുമിക്കും. ഫ്രീ പിക്ക് സൈറ്റ് എടുക്കുക. ചിലപ്പോൾ അതന്നെ വേണ്ട, ഫ്രീ പിക്ക്. എന്നിട്ട് അതിൽ ഈ പ്രീമിയം ഉള്ളത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു കൈ കിട്ടിയാണ്, അത് പ്രീമിയം അല്ല. നമുക്ക് എന്ത് ചെയ്യാം? അത് ഡൗൺലോഡ് കൊടുക്കുക. കോപ്പി കൊടുക്കരുത് കേട്ടോ, കോപ്പി എടുത്താൽ ക്ലിയർ കുറയും. ഇവിടെ ഡയറക്റ്റ് ഡൗൺലോഡ് ഉണ്ട്, എന്നാലും നമുക്ക് ഫുൾ ക്വാളിറ്റിയിൽ കിട്ടുള്ളൂ. ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ആയി. 6 MB ഉണ്ടോ? ഇനി അപ്ലോഡ്സിൽ വരിക, അപ്ലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ആക്കി ഇമേജ് എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഇനി ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കൈ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷാഡോയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ കൈയിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഈ കൈനെ വലിച്ചിട്ട് ഇതിലൊക്കെ ഇട്ടാൽ വേണ്ട, ഈ കൈകൾ ഇട്ടാൻ തയ്യും, അതവിടെ ഫിറ്റായി നിൽക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. കണ്ട, ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പോസ്റ്റർ ഭംഗിയൊക്കെ ഉണ്ട്. കണ്ട, കുറച്ച് ഇങ്ങോട്ടാക്കി വെച്ചാൽ പോസ്റ്റർ ഭംഗിയൊക്കെ ഉണ്ട്. ഈ ഒരു ഇതാണെങ്കിലും എന്തുണ്ട്? കണ്ട, ഒരു ഭംഗിയുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതല്ലല്ലോ, നമുക്ക് ആ ഷാഡോ വേണ്ടേ. പക്ഷെ ഇതെന്തുകൊണ്ടാണ് അവിടെ ഫിറ്റായി ആ ഷാഡോ വരാത്തതെന്ന് വെച്ചാൽ, കണ്ട, ഷാഡോ ഇതിനുണ്ട്. കണ്ടാ,
ഷാഡോ ഇതിനുണ്ട്, പക്ഷെ ആ ഷാഡോ എന്തുകൊണ്ടാണ് ഇതിന് ഇമേജ് ആണ്, മനസ്സിലായി, ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ട്, ഷാഡോ വന്നിക്കണ്. നേരെ മറിച്ച് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിന്നേനെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളയണം. ഇപ്പൊ എന്ത് ചെയ്തു, നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ്, എന്നിട്ട് എന്ത് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞപ്പോൾ എന്തായി, ഷാഡോ എന്തായി അവിടെ വന്നിട്ടുണ്ട്. കണ്ടാ, ഷാഡോ അവിടെ വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ് ഞാൻ അവിടെ എന്ത് ചെയ്തു, ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇതിലേറെ രസം വൈറ്റ് തന്നെ ആയിരുന്നു അല്ലേ. വൈറ്റിൽ വന്നപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കൊന്ന് വൈറ്റിലും ചെയ്ത് നോക്കാം. അപ്പം എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവൻ എന്ത് ചെയ്യുക, വൈറ്റിൽ ചെയ്യാം. നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ടപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയത് അറിയോ, ഇവിടെ ഉള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്ലിക്ക് ചെയ്ത് വലിച്ചിട്ടപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ നിന്ന് പോയത്. മനസ്സിലായോ? ഇപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ എഡിറ്റ് പോവുക, റീസെറ്റ് കൊടുക്കുക, റീസെറ്റായി. ഇപ്പോൾ വേണ്ട, അങ്ങനെ വന്നു, കറക്റ്റായിട്ട് വന്നു. വേണ്ട, രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കി, ഒരു ഇവന്റ് പോസ്റ്റർ, ഒരു സെയിൽ പോസ്റ്റർ, ഒരു അവയർനെസ് പോസ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 പോസ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പോസ്റ്ററിൽ നമ്മൾ 3 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് എന്താ ഉള്ളത്, വേണ്ട, നമ്മളിവിടെ സോഷ്യൽ മീഡിയ പോസ്റ്റർ 3 കംപ്ലീറ്റ് ചെയ്തു. സിമ്പിൾ പോസ്റ്റർ, ഇവന്റ് സെയിൽ, അവയർനെസ് പോസ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ബിസിനസ് കാർഡ്, ഒരു പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് കാർഡാണ്. വിസിറ്റിംഗ് കാർഡ്, ഒരു ബിസിനസ് കാർഡ് ഉണ്ടാക്കണം. പിന്നെ ഇൻവിറ്റേഷൻ കാർഡ്, വെഡിങ്, ബർത്ത്ഡേ, കോർപ്പറേറ്റ് ഇവന്റ് ഉണ്ടാക്കണം. പിന്നെ യൂട്യൂബ് തംബ്നെയിലും നമ്മൾ എന്തുണ്ടാക്കണം, ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം.